ഹലോ, അസ്സലാമലൈക്കും. എന്തൊക്കെ വിശേഷം? സുഖല്ലേ? അപ്പോൾ ഇന്നത്തെ വീഡിയോ ഒരു ഡേ ഇൻ മൈ ലൈഫ് വീഡിയോ ആണ് കേട്ടോ. അപ്പോൾ രാവിലെ ദോശയാണ് ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ട് ഉണ്ടാക്കിയിട്ടുള്ളത്. നാവൊക്കെ കുളുക്കുന്നുണ്ട്, എന്തോ പറ്റിയിരിക്കണ്. അപ്പോൾ ദോശയൊക്കെ ഇതാ ചുട്ടെടുക്കുകയാണ്. അപ്പോൾ ഇതുവരെയായിട്ട് എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തതുണ്ടെങ്കിൽ വേഗം പോയി സബ്സ്ക്രൈബ് ചെയ്തോളി. അതേമാതിരി തന്നെ പുതുതായി കാണേണ്ട കൂടെയൊക്കെ ഒന്ന് സപ്പോർട്ട് ചെയ്യട്ടോ. അപ്പോൾ ഇന്ന് അയിലക്കറിയാണ്. അപ്പോൾ അയിലക്ക് വേണ്ടിയിട്ടുള്ള കറി ഉണ്ടാക്കിക്കൊണ്ട് നിൽക്കുകയാണ്. ഇനി ഇതാ അയില മുറിച്ച് വെച്ചിക്കണ്. ഈ കായം പുരട്ടാൻ വേണ്ടിയിട്ടുള്ളതാണ്. ഇനി മഞ്ഞൾപ്പൊടി, മല്ലിപ്പൊടി, മുളക് പൊടിയൊക്കെ ഇട്ട് നമുക്ക് കണ്ട് മാറ്റി വെക്കാം. അപ്പോൾ അതിലേക്ക് ഇതാ പുളി പിഴിഞ്ഞെടുത്ത നീരും അതേപോലെ മല്ലിപ്പൊടി, മഞ്ഞൾപ്പൊടി, മുളക് പൊടി, ഉപ്പ് ഒക്കെ കൂടി ഇട്ട് നല്ലോണം കുഴച്ചെടുക്കുക. ആ പുളിൻ്റെ വെള്ളത്തിലാണ് കുഴച്ചെടുക്കുന്നത് കേട്ടോ. ഇതാ പയറുപ്പേരിയാണ് കൂട്ടാനായിട്ടുള്ളത്. ഇനി ഇതാ ദോശയൊക്കെ ചുട്ട് ലാസ്റ്റൊക്കെ ആയി തുടങ്ങിയിരിക്കണ്. ഇനി ഇതാ കറി ഇവിടെ തിളച്ചപ്പോൾ അതിക്ക് മീനാണ് ഇട്ടെടുത്തിക്കണ്. കുറച്ച് നേരം തിളച്ച് കഴിഞ്ഞപ്പോൾ നിർത്തി. ഇന്നേക്ക് നമുക്ക് ചീരുള്ളി തൂമ്പിച്ചിക്കാണ്ട് അതിൽ പാർന്ന് കൊടുക്കാൻ വേണ്ടിയിട്ട് തീമ വെച്ച് എണ്ണ ചൂടാക്കി ചീരുള്ളി ഒന്ന് തൂമ്പിച്ചിക്കാണ്ട് അതിക്ക് പാർന്ന് കൊടുത്തിക്കണ്. ഇനി ആദ്യം തന്നെ കുറച്ചും കൂടി വെളിച്ചെണ്ണ ഒഴിച്ച് കടുക് പൊട്ടിച്ചിക്കാണ്ട് നമ്മൾ പയറും കണ്ടിട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. ഇനി അതിക്ക് കുറച്ച് ഉപ്പ് കണ്ടിട്ട് കൊടുത്താൽ നല്ലോണം ഇളക്കി കൊടുക്കുക. ഇനി നമുക്കിതാ പാത്രം കുറേ മോറാനുണ്ട്. ഇതപ്പോൾ ഇന്നലെ എടുത്ത വീഡിയോ ആണ്, വെള്ളിയാഴ്ച. അപ്പോൾ അന്ന് സ്കൂൾ ഉണ്ടായതുകൊണ്ട് ഞാൻ നേരത്തെ പോയിക്കണ്. അപ്പോൾ ഉമ്മയാണ് വീഡിയോ ഒക്കെ എടുക്കുന്നത്. അപ്പോൾ വിടാൻ നേരം വൈകിക്കണ്. തിരക്കൊക്കെ ആയതുകൊണ്ട് കുറച്ച് പണികളൊക്കെ ഉണ്ടായിന്. അപ്പോൾ അതുകൊണ്ട് നേരമൊന്നും കിട്ടിയിട്ടില്ലേന്ന്. അതുകൊണ്ടായിരുന്നു കേട്ടോ വിടാത്ത. അപ്പം എൻ്റെ കടയൊക്കെ തുറക്കില്ലേ, അപ്പോൾ കുറച്ച് അതിൻ്റെ കാര്യങ്ങളൊക്കെ ആയിട്ട് ഇങ്ങനെ നടക്കിയെന്ന്. ഇനി ഇതാ പൂളക്കിഴങ്ങ് ഞങ്ങളോട് ഉണ്ടായതാട്ടോ. അപ്പം അമ്മ അത് വെച്ചിട്ട് ഇപ്പം തോലി കളഞ്ഞ് വെക്കുകയാണ്. വൈകുന്നേരം ഉണ്ടാക്കാച്ചിട്ട് കത്തിൻ്റെ മൂർച്ചയൊക്കെ വയ്ക്കണ്. അപ്പോൾ ആ മീൻ നല്ലോണം പൊരിഞ്ഞ് വന്ന് അത് നിർത്തിയിട്ടുണ്ട്. ഇനി ഇതാ പൂള ഇതേപോലെ കുഞ്ഞുകുഞ്ഞാ അരിഞ്ഞങ്ങോട്ട് കൊടുക്കുക. നല്ല പൂള തോലൊക്കെ കളഞ്ഞ് കൈക്കെടുത്ത് വെച്ചേന്ന് വൈകുന്നേരം ഉണ്ടാക്കണത്. അപ്പം ഇങ്ങനെ കൊത്തി അരിഞ്ഞിട്ട് കൊടുക്കുക. മൺചട്ടിക്കാണ് ഇട്ട് കൊടുത്തിക്കണ്. അപ്പോൾ ഈ പൂള കൊത്തി അരിഞ്ഞ് കഴിയുമ്പോഴത്തേന് നിങ്ങൾ പോയിക്കാണ്ട് സബ്സ്ക്രൈബ് ചെയ്യാത്തവരൊക്കെ ഉണ്ടെങ്കിൽ വേഗം പോയിക്കാണ്ട് സബ്സ്ക്രൈബൊക്കെ ചെയ്തു പോരി. അതേമാതിരി ലൈക്കും ചെയ്യട്ടോ.
അപ്പോൾ പൂള ഇതാ കൊത്തിയൊക്കെ അരിഞ്ഞെടുത്തിട്ടുണ്ട്. എന്നിട്ട് അതിക്ക് കുറച്ച് ഉപ്പ് കണ്ടിട്ട് കൊടുത്തേക്കണ്. അപ്പോൾ ഈ പൂളല്ലേ നല്ല വലിയതാവണമാണ്. പക്ഷേ ഞങ്ങൾ വേഗം പറിച്ചുകൊണ്ട് ഇത്ര പോന്ന കിട്ടിയിട്ടുള്ളൂ. ഞാൻ ആ മരത്തുമ്മൽ ഇങ്ങനെ കായ് ഉണ്ടപ്പോൾ മാമ കായ് ഇട്ടിക്കണേ. ഞാൻ പോകുമ്പോൾ പറിച്ച് നോക്കിയാലോ പറഞ്ഞ് ഞാൻ പറിച്ചാൻ തുടങ്ങിയതേന്ന്. നോക്കിയപ്പോൾ ചെറുതേ പൂള കിട്ടിയിട്ടുള്ളൂ. അത്ര വലിപ്പമുള്ള ഒരു 1.5 കിലോനൊക്കെ ഉണ്ടാവേക്കാരം. അതിലും കുറേ ആവണമാണ്. അപ്പോൾ ചോറ് ഇതാ തീമട്ടിക്കണ്. അപ്പോൾ പൂളപ്പം ഉണ്ടാക്കി വെച്ചാൽ നമുക്ക് വൈകുന്നേരത്തിനാണ്ട് തിന്നാല്ല വെച്ചിട്ടാട്ടോ. ഇനി ഇതാ അടുപ്പ് കത്തിച്ചിക്കണ്. ചോറിന് ഊറ്റിക്കാണ്ട് ഈ കിടുത്തിടുകയാണ്. അടുപ്പ് കത്തിച്ചിക്കണ് പറയാൻ അടുപ്പ് ഓൾറെഡി കത്തിക്കാണ്ടായിരുന്നു. അതിമൊക്കെ ചട്ടി എടുത്ത് വെച്ചാട്ടോ. ചോറിന് വേണ്ടിയിട്ട് കത്തിച്ച് വെച്ചേന്ന്. ഇനി അതെടുത്ത് അങ്ങ് മാറ്റി വെച്ചിട്ട് നമുക്ക് പൂള വേവിക്കാൻ വേണ്ടിയിട്ട് ഈ അടുപ്പത്തേനാണ്ട് വെച്ചുകൊടുക്കാം. മൂടിയിട്ടപ്പോൾ അതിൻ്റെ ഉള്ളിലേക്കാണ്ട് പോയിട്ടോ. ഇതാ പൂളൊക്കെ വെന്ത് വന്നിക്കണ്. നല്ലോണം വെന്ത് ഉടഞ്ഞിക്കണ്. ഇനി ഇതാ ചട്ടി അടുപ്പത്ത് വെച്ചിക്കണ്. വറ്റൽമുളകും കുറച്ച് വെളിച്ചെണ്ണയും ഒക്കെ പാർന്നിക്കാണ്ട് നമുക്കൊന്ന് തൂമ്പിച്ചാലുള്ളതാണ്. വെളിച്ചെണ്ണ പാർന്ന് ഇനി കടുക് കൊണ്ട് ഇട്ട് കൊടുക്കുക. കടുകൊക്കെ കാലി വയ്ക്കണ്. ഉള്ളതാണ് ഇട്ട് കൊടുത്തിക്കണ്. അങ്ങനെ ഇട്ടിട്ടൊന്ന് പൊട്ടീൻ്റെ ശേഷം നമുക്ക് പൂള ഇട്ട് കൊടുക്കാം കേട്ടോ. ചൂടായിക്കണം നോക്കുകയാണ്. ഇങ്ങനെ ചെറുതായിട്ട് ഇങ്ങനെ ചൂടായി പൊട്ടാനൊക്കെ തുടങ്ങിയിരിക്കണ്. അപ്പം ഇന്ന് വൈകുന്നേരത്തിന് പൂള കൂട്ടാനാണ്. നല്ല പൂള കൂട്ടാൻ അയിലക്കറി എന്താ രസമാക്കാറില്ലേ. നിങ്ങൾക്ക് ഇഷ്ടമാണെങ്കിൽ നിങ്ങൾ കമൻറ്റിലൂടെ പറയും. കമൻറ്റിൽ ഒരു 2 റെഡ് ഹാർട്ട് ഇട്ടാലും മതി. ഇങ്ങനെ ഇതാ കടുക്ക് ഇങ്ങനെ പൊട്ടി ഇങ്ങനെ വരുന്നുണ്ട്. ഇപ്പോൾ നമുക്ക് ഒന്നിങ്ങനെ ഇറക്കി കൊടുക്കുക. എന്നിട്ട് അതിലേക്ക് നമുക്ക് പൂളാണ്ട് ഇട്ട് കൊടുക്കുക. അപ്പോൾ ഇത്രയുള്ള വീഡിയോ. ഞാൻ അടുത്തൊരു വീഡിയോ പിന്നെ കാണാം. അപ്പോൾ ഓക്കെ ബൈ. തിന്നണമൊന്നും ചെയ്യട്ടെ.